തിരഞ്ഞെടുപ്പ് വെറും രാഷ്ട്രീയ തീരുമാനമാകാതെ വികസനത്തിലേക്കുള്ള ചുവടുവയ്പാകട്ടെ. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് പത്രികയിലെ വികസിത കേരളത്തിനായുള്ള NDAയുടെ വാഗ്ദാനങ്ങൾ നോക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജുള്ള ഒരു ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് നൽകും. ഇത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും മരുന്നുകൾ വാങ്ങാനും ഉപയോഗിക്കാം. പിന്തുണ ആവശ്യമുള്ള എല്ലാ വിളകൾക്കും താങ്ങുവില അഥവാ MSP ഉറപ്പാക്കും. തോട്ടമേഖലയിലെ നിയമങ്ങളും വന നിയമങ്ങളും ഭേദഗതി ചെയ്ത് പ്ലാന്റേഷൻ ഭൂമികളിൽ ഇടവിള കൃഷി അഥവാ മൾട്ടിക്രോപ്പ് അഗ്രികൾച്ചർ നടത്തുന്നതിനുള്ള അവസരം ഒരുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മലയാളികൾക്കും ലഭ്യമാക്കും. അടിയന്തര ചികിത്സാ ആവശ്യങ്ങളിൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇതുവഴി സാധ്യമാകും. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് യാഥാർത്ഥ്യമാക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഓണത്തിനും ക്രിസ്തുമസിനും ഓരോന്ന് വീതം വർഷത്തിൽ 2 സൗജന്യ LPG സിലിണ്ടറുകൾ നൽകും. കേരളത്തിലെ ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകും. തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽ ശൃംഖല. കൊച്ചി മെട്രോയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും. കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പുതിയ മെട്രോ സർവീസുകൾ. കേരളീയർക്ക് പുതിയ തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾക്ക് ഓരോ നിയമനത്തിനും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയിൽ ലോൺ ലഭ്യമാക്കുന്ന എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. വിഴിഞ്ഞത്തെ ഒരു പ്രധാന വ്യവസായ കേന്ദ്രമാക്കി വികസിപ്പിക്കും. ഇതിനായി ഷിപ്പ് റിപ്പയർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ, നേമം യാർഡ് മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ എലിവേറ്റഡ് ഡബിൾ റെയിൽ പാത, തുറമുഖത്തിന് ചുറ്റും പ്രത്യേക വ്യാവസായിക ഇടനാഴി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഐച്ഛികമായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ലഭ്യമാകും. ക്ഷേത്രഭരണത്തിൽ ഭക്തരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും. ഇതിലൂടെ ശബരിമല, ഗുരുവായൂർ തുടങ്ങി എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സമയബന്ധിതമായി CBI അന്വേഷണം നടത്തി അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഭക്തർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ശബരിമല അടിസ്ഥാന സൗകര്യ വികസന മിഷൻ ആരംഭിക്കും. മുല്ലപ്പെരിയാർ തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. തമിഴ്നാടിന്റെ ജലാവകാശത്തെ ബാധിക്കാതെ കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാടിന്റെ ജലലഭ്യതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരുമായും തമിഴ്നാട് സർക്കാരുമായും സഹകരിച്ച് പ്രവർത്തിക്കും. ഓരോ കോർപ്പറേഷനെയും നാടിന്റെ സാമ്പത്തിക വികസനത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഓരോന്നിനും പ്രത്യേകമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ IT ഇന്നൊവേഷൻ തലസ്ഥാനം. കൊച്ചി ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ തലസ്ഥാനം. കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് കെയർ മെഡിക്കൽ ഇന്നൊവേഷൻ ഹബ്. തൃശൂർ കോർപ്പറേഷൻ കേരളത്തിന്റെ സാംസ്കാരിക വിനോദസഞ്ചാര തലസ്ഥാനം. കൊല്ലം കോർപ്പറേഷൻ സമുദ്രോത്പന്ന കയറ്റുമതിക്ക് മുൻഗണന നൽകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ബ്ലൂ ഇക്കോണമി ക്ലസ്റ്റർ. കണ്ണൂർ കോർപ്പറേഷൻ ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ്. ഇനി ഒറ്റ ചോദ്യം മാത്രം: കേരളം ഇത്തരമൊരു വികസനം ഡിസേർവ് ചെയ്യുന്നില്ലേ? മാറ്റം വേണമെങ്കിൽ ഇത്തവണ തീരുമാനം മാറ്റണം.